സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വരികയാണ്. നമ്മളുടെ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയായിരുന്നു ക്ഷേമ പെൻഷനുകൾ. 1600 രൂപയാണ് നമുക്ക് മാസാമാസങ്ങളിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നതും. ഇതിൻ്റെ ആനുകൂല്യം പടിപടിയായിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞാണ് നമ്മളുടെ സർക്കാർ അധികാരത്തിൽ കയറിയത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ വലയ്ക്കുകയാണ് ഉണ്ടായത്. നമ്മളോട് പറഞ്ഞിരുന്ന ആ ഒരു വാഗ്ദാനം 2500 രൂപ വരെ പടിപടിയായി ഉയർത്തുമെന്നുള്ള ആ ഒരു ഉറപ്പ് അത് സർക്കാരിന് പാലിക്കാൻ കഴിയാതെ പോയി. അതുമാത്രമല്ല, ഇടയ്ക്ക് ഈ പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രത്യേക പ്ലാനുകൾ തയ്യാറാക്കി ഇപ്പോൾ വീണ്ടും വിജയകരമായിട്ട് പെൻഷൻ വിതരണം ചെയ്തു വരികയാണ്. ഈ സമയത്ത് സർക്കാരിൻ്റെ ഒരു പ്രധാന അറിയിപ്പ് വരുന്നു. നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ 1600 രൂപയിൽ നിന്ന് ഒരു വർധനവ് കൂടി ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകുകയാണ്. ഈ വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ഫെബ്രുവരി മാസം 7-ാം തീയതി നടക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ ഇതിനെ സംബന്ധിച്ച് നിർണായക അറിയിപ്പുകൾ ഉണ്ടാകുമെന്നൊരു സൂചന ഈ സമയത്ത് നൽകിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് 6400 രൂപയോളം പെൻഷൻ്റെ കുടിശ്ശികയുണ്ട്. ഈ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു ഈ പ്രാവശ്യം തന്നെ നൽകുമെന്ന് പ്രധാന അറിയിപ്പ് വരികയാണ്. അതായത് ഈ ജനുവരിയിലോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസത്തിലോ തന്നെ ഒരു ഗഡു കൂടി നൽകി തീർക്കും. അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന 3 ഗഡുക്കൾ നൽകുന്നത് 2025-26 സാമ്പത്തിക വർഷത്തിലായിരിക്കും. ആനുകൂല്യം ഇനി മുതൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ നൽകുമെന്നും അതും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ, അതായത് കൈകളിൽ വേണ്ടവർക്ക് കൈകളിലേക്ക്, ഏത് രീതിയിൽ വേണമോ അത് ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ആ രീതിയിൽ നൽകുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് സംസ്ഥാന സർക്കാർ നൽകുകയാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യമുണ്ട്. അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 1600-ൽ നിന്നും ഒരു 100 രൂപയുടെ വർധനമാണ് എങ്കിൽ പോലും അതൊരു വലിയ സഹായം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. നിലവിൽ നമുക്കറിയാം ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് ഈ വർഷം. അതോടൊപ്പം തന്നെ മറ്റ് സാക്ഷ്യപത്രങ്ങൾ, ഇപ്പോൾ നമുക്ക് വിധവകളെ സംബന്ധിച്ചിടത്തോളം വിധവ പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം തുടർന്ന് ലഭിക്കാൻ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ വിവാഹിതരല്ല എന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം. അപ്പോൾ ഓരോ രേഖകളും കൃത്യമായിട്ട് ഹാജരാക്കാനുള്ള അറിയിപ്പ് സമയാസമയങ്ങളിൽ സർക്കാർ നൽകിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മൾ ഇതിനോടൊന്ന് സഹകരിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചാൽ മാത്രം മതിയാകും. ആ വർഷം തുടർച്ചയായിട്ട് 2025 മുഴുവനുമായിട്ട് നമുക്ക് എല്ലാ മാസങ്ങളിലും ആനുകൂല്യം എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഈ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.